സൺഡേ സാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ജെറുസലേമിന് സമീപത്ത് വനത്തിൽ വൻ തീപിടുത്തം നടക്കുകയാണ്. ജെറുസലേമിനും ടെല്ലവീവിനും ഇടയിലുള്ള പ്രദേശത്താണ് തീപിടുത്തമുണ്ടായിട്ടുള്ളത്. തീ ഒട്ടും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് മാത്രമല്ല, വലിയ തോതിൽ തീ പരക്കുന്നുമുണ്ട്. കാറ്റ് ജെറുസലേമിൻ്റെ ഭാഗത്തേക്ക് ആയതുകൊണ്ട് തീ ജെറുസലേമിൻ്റെ ഭാഗത്തേക്ക് അഡ്വാൻസ് ചെയ്യുകയാണ്. രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടെല്ലവീവ് ജെറുസലേം റോഡിലെ ഗതാഗതമൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. രാജ്യത്ത് ഒരിടത്തും ട്രക്കിംഗ് പോലത്തെ സംഗതികൾ അനുവദിക്കുന്നില്ല. രാജ്യത്തൊരിടത്തും തീ കത്തിക്കാനും അനുവദിക്കുന്നില്ല. ഇത് ഫയർ ഫൈറ്റിംഗ് നടക്കുന്നുണ്ട്, പക്ഷേ കാലാവസ്ഥ വളരെ മോശമാണ്. വലിയ ഹൈ ടെമ്പറേച്ചറാണ്. ചൂട് അവിടെ ഇപ്പോൾ വേനൽക്കാലമാണ്, ഉഷ്ണകാലമാണ്. ഈ പ്രദേശത്ത് തീപിടുത്തം ഇതിന് മുൻപും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇത്രയും ഭീകരമായ രീതിയിൽ അത് ആവുന്നതിന് മുൻപേ അതിനെ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചിരുന്നു. ഇത്തവണ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് രാജ്യത്തിന് തന്നെത്താൻ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു വിഷയം എന്ന നിലയ്ക്ക് നെതന്യാഹു യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇറ്റലിയിൽ നിന്ന് ഫയർ ഫൈറ്റിംഗ് വിമാനങ്ങൾ ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഫയർ ഫൈറ്റിങ്ങിന് ആവശ്യമായ സാമഗ്രികൾ, പ്രത്യേകിച്ച് വിമാനങ്ങൾ തന്നെ പുറപ്പെടുന്നുണ്ട്. അപ്പം ഇത് വലിയ താമസിയാതെ നിയന്ത്രണ വിധേയമാവും എന്ന് വിചാരിക്കാം. എന്നാലും ജെറുസലേം പട്ടണത്തിലേക്ക് തീ കടക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ജെറുസലേം പട്ടണ നിവാസികളെ മാറ്റിപ്പാർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനിടയിലും ഇത് യുദ്ധവുമായി ബന്ധമുള്ളൊരു കാര്യമല്ല. എങ്ങനെ തീ പിടിച്ചുവെന്നോ എങ്ങനെയാണിത് പടർന്നതെന്നോ ഒന്നും യാതൊരു സൂചനയും ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല. അതിനടുത്തുള്ളൊരു ഫാമിൽ തീ ഇട്ട സമയത്ത് ആ തീ വനത്തിലേക്ക് പടർന്ന് കയറിയതാണ് എന്നൊരു വാർത്ത വരുന്നുണ്ട്. അതിന് സ്ഥിരീകരണമില്ല. അതിനിടയിൽ ഗാസയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇസ്രായേൽ വളരെ ശക്തമായി നടക്കുന്നുണ്ട്. ഇന്നലെ ഗാസയിൽ ഒരു ബങ്കർ ബസ്റ്റർ ബോംബിട്ടു ഭൂമി കുലുക്കത്തിന് സമാനമായ കുലുക്കമുണ്ടായതായി ഗാസ നിവാസികൾ പറയുന്നു. കൂടാതെ ഗാസയിലെ ഭക്ഷണം അത് ഏതാണ്ട് പൂർണ്ണമായും തന്നെ അവസാനിച്ചിരിക്കുന്നു. ഗാസയിൽ പട്ടിണിയാണ്. അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ ഭീകരർ വെടിനിർത്തലിന് തയ്യാറാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇസ്രായേൽ വെടിനിർത്തിയില്ലെങ്കിൽ പോലും ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാമെന്ന രീതിയിലുള്ള സംസാരങ്ങളിലേക്കൊക്കെ എത്തുന്നതായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഔദ്യോഗികമായി സ്പോക്സ് പേഴ്സൺസ് ഒന്നും ഇത്തരം കാര്യങ്ങൾ പറയുന്നില്ല. എങ്കിലും അനൗദ്യോഗികമായ വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഹമാസ് തീർത്തും ശക്തിരഹിതമായി എന്നും ഗാസ റീജിയനിലെ ജനത്തിൻ്റെ പ്രതിഷേധത്തോട് പിടിച്ചു നിൽക്കാനാവാതെ ഹമാസ് ഒരുപക്ഷെ ആയുധം വെച്ച് കീഴടങ്ങിയേക്കും എന്ന സൂചനകൾ പോലും വരുന്നുണ്ട്. അതിനിടയിലൂടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള മൂന്നാം വട്ട പീസ് ടോക്ക് കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് കാണിക്കപ്പെട്ട ഒരു വാംത്ത്, ഒമാനിൽ വെച്ച് മസ്കറ്റിൽ വെച്ച് കാണിക്കപ്പെട്ട ഒരു വാംത്ത് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് കാണാനില്ല. അടുത്ത റൗണ്ട് ഓഫ് ടോക്ക് എപ്പോഴാണ് തുടങ്ങുക എന്നതിനെ സംബന്ധിച്ച് അമേരിക്ക സൂചന തരുന്നില്ല. നേരെ മറിച്ച് ഇറാൻ പലതവണ നെക്സ്റ്റ് റൗണ്ട് ഓഫ് ടോക്ക് റോമിൽ വെച്ചാണെന്നും, ആദ്യം അവർ പറഞ്ഞു യൂറോപ്പിൽ വെച്ചാണെന്ന് പറഞ്ഞു, പിന്നീട് അത് റോമിൽ വെച്ചാണെന്ന് പറഞ്ഞു, ഒമാൻ മീഡിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളെല്ലാം ഇവർ പറയുന്നുണ്ട്. ഡേറ്റ് കൃത്യം പറയുന്നില്ലെങ്കിൽ ഒരാഴ്ചയുള്ള ടോക്ക് ഉണ്ടാവും എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മറുപടി. നേരെ മറിച്ച് അമേരിക്ക അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. നെക്സ്റ്റ് റൗണ്ട് ഓഫ് ടോക്സ് എപ്പോഴാണ് എന്നവർ പറയാൻ തയ്യാറായിട്ടില്ല. 2 ആഴ്ചയുടെ ഉള്ളിൽ സംഭവിച്ചേക്കാം എന്ന നിലയിലുള്ളൊരു പ്രതികരണം മാത്രമേ അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൂ. ടോക്സ് ഹൈലി യൂസ്ഫുൾ ആണ് എന്ന് അമേരിക്ക പറയുന്നുണ്ട്. പക്ഷേ ഏത് തരത്തിലാണ് അത് യൂസ്ഫുൾ എന്ന് പറയുന്നില്ല. അവർ പറയുന്നത് പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇനിയും കടന്നിട്ടില്ല എന്നാണ്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ ലോങ് റേഞ്ച് മിസൈലുകളെ സംബന്ധിച്ചുള്ള സംഗതിയാണ്. അത് ടോക്കിൽ വരാൻ ഇറാൻ സമ്മതിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ന്യൂക്ലിയർ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിച്ച് അവസാനിപ്പിക്കാമെന്നാണ് ഇറാൻ വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. ഈ ടോക്ക് അധികം മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇവർ വിചാരിക്കുന്നത് പോലത്തെ ഒരു പാക്റ്റിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അത് ഇറാനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും അമേരിക്കനെ സൂചിപ്പിച്ച് ഇതൊരു ബിസിനസ് ഡീലാക്കി അമേരിക്കയ്ക്ക് ഇൻവെസ്റ്റ്മെന്റുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് പേരിനൊരു ന്യൂക്ലിയർ പാക്റ്റൊക്കെ ഉണ്ടാക്കി അങ്ങ് ഒഴിവാകാം എന്നുള്ളതാണ് ഇറാൻ വിചാരിക്കുന്നത്. അതിൻ്റെ അപകടം ഇപ്പോൾ അമേരിക്ക മനസ്സിലായി വരുന്നുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവർ 1ാം വട്ടം 2ാം വട്ടം ടോക്കുകൾക്ക് ശേഷം കാണിച്ച ആ ഒരു വാംത്ത്, ആ ഒരു ശുഭപ്രതീക്ഷ അവരുടെ ഈ 3ാം വട്ട ടോക്കിന് ശേഷമുള്ള പ്രതികരണങ്ങളിൽ കാണാനില്ല.
ഇസ്രായേൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ക്യാമറകൾ വെച്ചുകൊണ്ട് ഗാസ പ്രദേശത്ത് ആളുകളെ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ക്യാമറകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഫോട്ടോ എടുക്കുന്നു, ഫോട്ടോ എടുത്തതിന് ശേഷം അത് നമ്മൾ പരിശോധിച്ച് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ ഒരു പിന്നെ ഷോർട്ട് സർക്യൂട്ട് ക്യാമറ നമ്മളുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ചിത്രം അതിൽ പതിഞ്ഞിട്ടുണ്ടോ, ആരോ കടന്നുപോയിട്ട് നമ്മൾ പരിശോധിക്കുകയാണ് ചെയ്യുക. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ക്യാമറയിൽ അങ്ങനെയല്ല. അതിനകത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഫോട്ടോ ഓൾറെഡി അതിനകത്ത് ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആളുടെ ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ ക്യാമറ തന്നെ അത് മറ്റ് ഫോട്ടോകളുമായി കമ്പയർ ചെയ്യുകയും അത് വെച്ചുകൊണ്ട് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യും. മാത്രമല്ല ഇതിൽ പിക്ചർ മാത്രമല്ല, ശബ്ദം പോയിട്ട് ഫുഡ് സ്റ്റെപ്പുകൾ പോലും തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള ക്യാമറകൾ, ഡിവൈസുകൾ ഗാസയിൽ അവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആളുകളുടെ ശബ്ദം വെച്ചുകൊണ്ട്, ഭാഷ വെച്ചുകൊണ്ട്, അവരുടെ ആക്സെന്റ് വെച്ചുകൊണ്ട് ഒക്കെ ആളുകളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള സംവിധാനങ്ങൾ. അങ്ങനെ മനുഷ്യന്റെ യാതൊരു സഹായവും ഇല്ലാതെ തന്നെ ഇന്ന ആള് ഇന്ന സ്ഥലത്തൂടെ പാസ് ചെയ്തിട്ടുണ്ട്, അപ്പം ഇന്ന ആളാണ് ആ പോയിരിക്കുന്നത്, അയാൾ ഇന്ന ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്, അയാൾ ഇന്ന ഫ്ലാറ്റിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ക്യാമറ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യുകയും ക്യാമറ തന്നെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മിസൈലുകൾക്ക് വിവരം കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഗാസയിൽ ഇസ്രായേൽ ഉപയോഗിക്കുന്നതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആളുകളുടെ ഇൻവോൾവ്മെന്റ് ആവശ്യമില്ല, ക്യാമറ തന്നെ ആളെ ഐഡന്റിഫൈ ചെയ്യും, ക്യാമറ തന്നെ മിസൈലിന് ഇൻഫർമേഷൻ കൊടുക്കും. മിസൈലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള മിസൈലാണ്, കൊടുത്തുള്ള അഡ്രസ്സ് നോക്കി മിസൈൽ പോയിട്ട് എക്സ്പ്ലോർട്ട് ചെയ്യും. അപ്പം അങ്ങനെ ഉള്ള ചില എക്സ്പ്ലോഷൻസ് ഈ ദിവസങ്ങളിൽ സംഭവിച്ചു. അപ്പം അത് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ വേറെ ആളുകളുണ്ടോ എന്ന് പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറില്ല. ഈ ഒരു ടാർഗറ്റിനെ മാത്രം ഫേസ് ചെയ്തു പോകുന്നു. അപ്പം സാധാരണക്കാരുടെ മരണം, കാഷ്വാലിറ്റി കൂടുന്നതായും ഇതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ടാങ്കുകളും ഇസ്രായേൽ അവിടെ ഗാസയിൽ ഉപയോഗിക്കുന്ന ടാങ്കുകളും AI ടാങ്കുകളാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടാങ്കുകളാണ്. മനുഷ്യർ ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ടാങ്കുകളുടെ റോബോട്ടുകൾ മീൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള സംവിധാനങ്ങളാണ് ഈ ടാങ്കുകളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്. കാരണം മൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ചാലും ആളുകൾക്ക് അപകടം പറ്റാതെ രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള സംവിധാനം. ഒരു ടോട്ടലി AI കൺട്രോൾഡ് വാറാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതിനിടയിലൂടെ ഹൂത്തികളെ സഹായിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ ശക്തമായ ഒരു വാർണിംഗ് അമേരിക്ക ഇന്ന് ഇറാന് കൊടുത്തിട്ടുണ്ട്. ഹൂത്തികളെ സഹായിക്കുന്നത് തുടർന്നാൽ ഹൂതികളുടെ തലയിൽ വീഴുന്ന ബോംബ് ഇറാനിലായിരിക്കും വീഴുക എന്ന് ഇന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞതായി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തുള്ള പ്രതികരണം ഏത് തരത്തിലായിരിക്കും എന്നതിനെ സംബന്ധിച്ച് യാതൊരു സൂചനയും ഇതുവരെ കിട്ടിയിട്ടില്ല. പാകിസ്ഥാൻ ലൈൻ ഓഫ് കൺട്രോളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി നമ്മളെല്ലാവരും പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. പാക് ആർമി ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് തോന്നിയതുപോലെ അവർ ചെയ്യും. പാക് ആർമിക്ക് എന്ത് തോന്നുന്നു പാക് ആർമി അത് ചെയ്യും. അപ്പൊ അവര് യുദ്ധം ചെയ്യണമെന്ന് വെച്ചാൽ അവർ കയറി യുദ്ധം ചെയ്യും. അവരുടെ ഗവൺമെന്റിന്റെ ഓർഡറുകൾ അവർക്ക് ആവശ്യമില്ല. അപ്പൊ അവര് പാകിസ്ഥാന്റെ റവന്യൂ മുഴുവൻ തിന്നു തീർക്കുന്ന ഒരു സിസ്റ്റമാണ് ആർമി എന്ന്. അപ്പൊ ആർമിയെ സംബന്ധിച്ചൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ കണക്കില്ലാതെ പണം വരും. അപ്പൊ ആ പണം അവർക്ക് മിസ്യൂസ് ചെയ്യാമെന്നൊരു താല്പര്യത്തില് അവര് ഒരു യുദ്ധം ഉണ്ടാവാനുള്ള താല്പര്യത്തിലുള്ള കാര്യങ്ങൾ ലൈൻ ഓഫ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നാണ് വിചാരിക്കുക. ഇന്ന് ഈ ഇന്ത്യൻ ആർമി വളരെ ശക്തമായൊരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, ഇനി ഇത്തരം പ്രകോപനങ്ങൾ തുടരാൻ പാടില്ല എന്നുള്ളത്. കാരണം ഇന്ത്യയുടെ തിരിച്ചടിയെ സംബന്ധിച്ച്, ന്യൂക്ലിയർ വെപ്പണെ സംബന്ധിച്ച് ഇന്നലെ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി അദ്ദേഹം വളരെ ഫീബിൾ വോയിസിലാണ് സംസാരിക്കുന്നത്, വളരെ ക്ഷീണിതനായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു യുദ്ധത്തെ അദ്ദേഹം ഒരു തരത്തിലും വെൽക്കം ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ കാശ്മീരിൽ നടന്ന കാര്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെന്ന് കരഞ്ഞു വിളിച്ച മനുഷ്യൻ പറയുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞാലും പാകിസ്ഥാൻ ആർമിയാണ് ഇതിന്റെ പുറകിൽ എന്ന് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാൻ ആർമി ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലല്ല, അതാണ് അവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ ഒരു കാരണവശാലും ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുകയില്ല, ഒരു യുദ്ധം ഉണ്ടായാൽ പോലും പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുകയില്ല. കാരണം ഇക്കാലത്ത് ആരും യുദ്ധം ചെയ്യുമ്പോൾ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാനുള്ള മണ്ടത്തരം കാണിക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അത് ബുദ്ധിയുള്ള മനുഷ്യർ അങ്ങനെയാണ് സംസാരിക്കുക. കാരണം ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചൊരു യുദ്ധം ആർക്കും ജയിക്കാനാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തീർക്കാവുന്ന മാത്രമേ കാര്യമുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചുള്ള ന്യൂക്ലിയർ പോളിസി ഉണ്ട്, നോട്ട് യൂസ് ഫസ്റ്റ്. നമ്മൾ ഒരിക്കലും ആർക്ക് നേരെയും ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുകയില്ല. പക്ഷേ നമ്മളുടെ നേരെ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചാൽ ഇന്ത്യ അത് തിരിച്ചുപയോഗിക്കുന്ന മാത്രമല്ല ഡിസിസീവായിട്ട് ഉപയോഗിക്കുന്നവർ, അതായത് തീർത്ത് കളയുന്ന രീതിയിൽ ഉപയോഗിക്കും. ചെറിയ രീതിയിലല്ല ഉപയോഗിക്കുക. ചെറിയ തരത്തിലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് നമ്മൾ നിർമ്മിച്ചു വെച്ചിട്ടില്ല. നമ്മളുടെ ന്യൂക്ലിയർ വെപ്പൺസ് വളരെ ഹെവി ആയിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് ആണ്. അപ്പം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ രാജ്യം പിന്നെ ബാക്കിയുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അതാണ് നമ്മുടെ പോളിസി. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. കാരണം ഇത് സൂയിസൈഡലാണ് എന്നുള്ളത് ബോധമുള്ള മനുഷ്യർക്കൊക്കെ അറിയാം. ഇനി കാശ്മീരിലെ വാട്ടർ ഇഷ്യൂ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു 1960-കളിൽ പറഞ്ഞതാണ്. പാകിസ്ഥാന്റെ വിഷയം കാശ്മീരല്ല, കാശ്മീരിലെ കുറച്ച് മണ്ണല്ല വിഷയം. പാകിസ്ഥാന്റെ ശരിക്കുള്ള വിഷയം അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ്.
അപ്പോൾ പാകിസ്ഥാന്റെ ജീവജലം പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്, കാശ്മീരിൽ നിന്നാണ്. ആ കാശ്മീരെ കയ്യിൽ കിട്ടാതെ അവരെ സംബന്ധിച്ച് കുടിവെള്ളത്തെ സംബന്ധിച്ച് ഗ്യാരണ്ടി ഉണ്ടാവുകയില്ല. അപ്പൊ കാശ്മീരിന് വേണ്ടി അവർ നിരന്തരമായി വഴക്കുണ്ടാക്കുന്നത് കാശ്മീർ എന്ന് പറയുന്ന കുറച്ച് ഭൂപ്രദേശത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവിടെയുള്ള കുറച്ച് മുസ്ലിങ്ങളെ തങ്ങളുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയോ അല്ല. അവര് ഇവിടെ യുദ്ധത്തിന് വരുന്നത് ആ കാശ്മീരിൽ അവിടേക്ക് ഒഴുകുന്ന 3 നദികൾ, ഏറ്റവും പ്രധാനപ്പെട്ട സിന്ധു നദികളും മറ്റ് 2 നദികളും, അത് പരിപൂർണമായും അവരുടെ നിയന്ത്രണത്തിൽ വന്നാലേ ആ രാജ്യത്തിന് വാട്ടർ അഷ്വറൻസ് ഉണ്ടാവുകയുള്ളൂ. വാട്ടർ അഷ്വറൻസ് എന്ന് പറയുന്നത്, കുടിവെള്ളത്തെ സംബന്ധിച്ച അഷ്വറൻസ് എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ അത് അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനുമായി വലിയ യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ പോലും നമ്മൾ അതിൽ തൊടാതിരുന്നത്. വെള്ളം കുടിച്ച് കിടന്നോട്ടെ, വെള്ളം കുടി മുട്ടിക്കുക എന്ന് പറയുന്ന അന്തസ്സുള്ളൊരു പരിപാടിയല്ല. പക്ഷെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന ആളുകളെ കൊല്ലുന്ന ഒരു സാഹചര്യം, നമ്മുടെ പൗരന്മാർക്ക് സുരക്ഷിതമായി നമ്മുടെ നാട്ടിൽ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, പുറത്തിറങ്ങി നടക്കുന്നതിനെ വധിച്ചു കളയുന്ന ഒരു സാഹചര്യം, ലോണിൽ പോയിരിക്കുന്ന അല്ലെങ്കിൽ മൈതാനത്ത് പോയിരിക്കുന്ന സാധാരണക്കാരനെ വന്നിട്ട് വെടിവെച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യം, ഇത്തരം ഒരു സാഹചര്യം എന്ന് പറയുന്നത് രാജ്യത്തിന് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അത് രാജ്യത്ത് ഇരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും സുരക്ഷയൊരുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഇന്നലെ വിഷയം പറഞ്ഞപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് വീണ്ടും സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരാൾ പ്രതികരിച്ചത് കണ്ടു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിനെ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നതല്ലേ, സുരക്ഷയില്ലാഞ്ഞിട്ടാണ്. വിശ്വസിച്ച് കൂടെ കൊണ്ടുവന്ന ആളുകളാണ് വെടിവെച്ച് കൊന്നത്. അപ്പൊ തീവ്രവാദി ആക്രമണം എന്ന് പറയുന്നത് സുരക്ഷ ഏർപ്പെടുത്തിയത് കൊണ്ട് തടയാൻ പറ്റുന്ന ഒരു സംഗതി അല്ല തീവ്രവാദി ആക്രമണം എന്ന് പറയുന്നത്. കാരണം തീവ്രവാദികൾ ആക്രമിക്കുന്ന ലൂപ്പ് ഹോൾസ് നോക്കിയിട്ടാണ് രാജ്യത്തെ ഓരോ മനുഷ്യന്റെയും പുറകിൽ കൊണ്ടുപോയി പട്ടാളക്കാരനെ നിർത്താൻ പറ്റൂല. അന്ന് പെഹൽഗാമിലെ മൈതാനത്തിൽ പട്ടാളക്കാരില്ലായിരുന്നു എന്നുള്ളത് ഒരു സുരക്ഷാ വീഴ്ചയാണ്. പക്ഷേ ആ മൈതാനത്തുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മൈതാനത്ത് പട്ടാളക്കാരില്ലാത്ത മൈതാനം ഉണ്ടാവും, ഇല്ല പട്ടാളക്കാർ ഉറങ്ങാൻ പോകുന്ന സമയം ഉണ്ടാവും. ഇതൊക്കെ ഇവർ നോക്കി വെച്ചിട്ട് കൃത്യസമയത്ത് ഇവർ ആക്രമിച്ചിട്ട് പോകും. അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അവരുടെ വെള്ളം കൂടി മുട്ടിക്കാൻ അത് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്, രാജ്യത്തിന് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിർത്തൂ. ഇത് പെർമനന്റ് ആയിട്ടല്ല കരാർ റദ്ദാക്കിയത്, കരാർ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇന്ത്യയുടെ നേരെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നും നിർത്തുന്നോ അന്ന് മുതലേ നിങ്ങൾക്ക് വെള്ളമുള്ളൂ എന്ന് പറയാനുള്ള എല്ലാ റൈറ്റും ഇന്ത്യക്കുണ്ട്. കാരണം അതല്ലാതെ വേറെ ചെയ്യാൻ പറ്റുന്നത് ജീവൻ വെച്ചുള്ള കളിയാണ്. അവർ നമ്മളുടെ ജീവൻ വെച്ച് കളിക്കുമ്പോൾ നമുക്ക് അവരുടെ ജീവൻ വെച്ച് കളിക്കേണ്ടി വരും. അതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ ഈ വെള്ളം എന്നുള്ളത് തന്നെയാണ് റിയൽ കാശ്മീർ ഇഷ്യൂ എന്ന് പറയുന്നത് വെള്ളമാണ്. അപ്പോൾ അത് ഇപ്പോഴാണ് ശരിക്കും തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് കാശ്മീർ ഞങ്ങളുടെ ഞരമ്പാണ്, നിങ്ങൾ തടഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടന്ന് കരയുന്നത്. കാരണം ഇത് തടഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ എൻറ്റയർ ലെങ്ത് വടക്ക്, നമ്മളിപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒഴുകുന്ന ഒറ്റ നദിയുടെ കാര്യം പോലെയാണ് സിന്ധു നദി. അതുപോലെ വീതി കുറഞ്ഞ് നീളം കൂടിയ ഈ പാകിസ്ഥാനിൽ ഏറ്റവും വടക്കേ അറ്റത്ത് പ്രവേശിച്ച് പാകിസ്ഥാന്റെ നടുവിലൂടെ ഒഴുകി അറബിക്കടലിലെത്തുന്ന ഈ സിന്ധു നദി പാകിസ്ഥാനെ 2ആയി പകുത്തുകൊണ്ടാണ് ഒഴുകുന്നത്. പാകിസ്ഥാൻ മുഴുവൻ നനച്ചുകൊണ്ടാണ്. 1700 കിലോമീറ്റർ നീളമുള്ള പാകിസ്ഥാനിൽ സിന്ധു നദി ഒഴുകുന്നത് 3500 കിലോമീറ്റർ നീളത്തിലാണ്. അതായത് വളഞ്ഞ് ആ രാജ്യത്തെ മൊത്തം നനച്ച് കുതിർത്ത് കൊണ്ടുപോകുന്ന നദിയാണ്. ആ നദി നമ്മൾ തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു യുദ്ധം അല്ലെങ്കിൽ അതിലും വലിയൊരു അടി അവർക്ക് കിട്ടാനില്ല. അപ്പൊ അതാണ് അതിന് ആത്യന്തികമായിട്ട് കൊടുക്കേണ്ട അടി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ആത്യന്തികമായി സംഭവിക്കുക. തൽക്കാലം ഒരു ഹോട്ട് ട്രീറ്റ്മെന്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനിടയിലൂടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുമായി സംസാരിച്ചിട്ടുണ്ട്. സംസാരത്തിന്റെ വിശദവിവരണം പുറത്തല്ലെങ്കിലും ഇതിൽ അമേരിക്കയുടെ സ്റ്റാർഷീൽഡ് എന്ന് പറയുന്ന ഉപഗ്രഹ സംവിധാനത്തിന്റെ സഹായം ഇന്ത്യ തേടുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതായത് ഇലോൺ മസ്കിന്റെ സ്റ്റാർഷീൽഡ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന 7000-ഓളം ഉപഗ്രഹങ്ങൾ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും നിരീക്ഷിക്കുന്ന ആ സംവിധാനത്തിന്റെ സഹായം ഇന്ത്യക്ക് ഈ പാകിസ്ഥാനെതിരെയുള്ള കൈനറ്റിക് ഓപ്പറേഷനിൽ ആവശ്യമായി വരും. അതിനുള്ള സഹായം മിക്കവാറും ചർച്ചയിൽ വിഷയമായിട്ടുണ്ടാവുമെന്നാണ് പരിഗണിക്കപ്പെടുന്നത്. അതായത് പാകിസ്ഥാനിൽ ഒരു മിസൈൽ കൊടുക്കുമ്പോൾ തന്നെ ഇന്ത്യക്ക് അറിയാൻ പറ്റും അങ്ങനെ ഒരു സാധനം പൊങ്ങി വരുന്നുണ്ടെന്നുള്ള കാര്യം. നമുക്ക് അപ്പോൾ തന്നെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും സാധിക്കും.